guys, good morning. Welcome to my channel or welcome back to my channel. ലാസ്റ്റ് അച്ഛനമ്മയും വന്ന വീഡിയോയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ വ്യൂസ് ഒക്കെ വന്നു. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ യൂട്യൂബിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറില്ല, കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിൻസ് ദിസ് ഇസ് എ ലോങ് ഫോം കണ്ടൻറ്റ്, it takes me longer time to edit it and പിന്നെ ഞാൻ അതോടെ കളഞ്ഞിട്ട് പോകും, അതെടുത്ത് പോസ്റ്റ് ചെയ്യാറില്ല. സോ ഏട്ടൻ പറഞ്ഞു എന്തായാലും നീ എടുത്ത് ജസ്റ്റ് പോസ്റ്റ് ഇറ്റ് ഫോർ ദ മെമ്മറി, കൂടുതൽ എഡിറ്റ് ചെയ്ത് കുളവാക്കാനൊന്നും നിൽക്കണ്ട, വേഗം പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഇട്ട വീഡിയോ ആണ്. പക്ഷെ അതിന് ഒരുപാട് വ്യൂസും ലൈക്കൊക്കെ കിട്ടി. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. റിയലി അപ്രീഷിയേറ്റ് ഓൾ യുവർ സപ്പോർട്ട്. ചെറിയ തണുപ്പുണ്ട്, പക്ഷേ കുഴപ്പമില്ല, സുഖമൊക്കെ ഉണ്ട് പുറത്ത് ആയിട്ട്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ ഡൗട്ടാണ്. ഐ എം എ UX ഡിസൈനർ ഫോർ എ ഫിൻടെക് കമ്പനി ആൻഡ് ഐ ഡിസൈൻ ബെറ്റർ എക്സ്പീരിയൻസ് ഫോർ ദ മെമ്പേഴ്സ് ഇൻ ദാറ്റ് ബാങ്ക്. അപ്പോൾ അവരുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ടീമിൽ ഒരാളാണ്. എനിക്കിങ്ങനെ കാലത്ത് എണീറ്റിരുന്ന് കുരുകളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിൻ്റർ ആയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഇപ്പോൾ സ്പ്രിങ് ആണ്, ചെറിയൊരു തണുപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയൊരു തണുപ്പേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിംഗ് ആണ്. ഇന്ന് ഞാൻ ഓഫീസിലോട്ടല്ല പോകുന്നത്, എനിക്കൊരു ബിസിനസ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആവണം. എന്നിട്ട് അവിടെ പോകുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം അറ്റൻഡിങ് എ ബിസിനസ് കോൺഫറൻസ് ഹിയർ. ഞാൻ UX ഡിസൈനർ ആയത് കോവിഡ് സമയത്താണ്. സോ എല്ലാ ഇതുപോലത്തെ കോൺഫറൻസസ് എല്ലാം മൂവ് ടു ഓൺലൈൻ. സോ ഐ ഡിഡ്ന്റ് ഹാവ് എ ചാൻസ് ടു അറ്റൻഡ് എനിത്തിങ് സോ ഫാർ. പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ വിട്ടിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ഇവൻ്റ് അറ്റൻഡ് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കലല്ല. സോ when an event came to Chicago, my whole team registered for that and we are really excited to go in. പിന്നെ ഏട്ടൻ്റെ ഒരു പഴയ കോളേജ് ഫ്രണ്ട് is also talking at the event. അപ്പോൾ I am hoping to meet her after a very long time. But let's see, I don't know, maybe she's really busy. So we'll see. ഇവിടെ സമയം 6:30 കഴിഞ്ഞു. പോയി റെഡിയായി തുടങ്ങണം. പിള്ളേരും ഡേ കെയറിലോട്ട് വിടാൻ വേണ്ടി റെഡിയാക്കണം. ഞാനല്ലാട്ടോ അവിടെ ഫസ്റ്റ് എണീക്കുന്നത്, ഏട്ടനാണ് എപ്പോഴും എന്നെക്കാളും ഫസ്റ്റ് എണീക്കുന്നത്. ഹി ഗോസ് ടു ജിം ഇൻ ദ മോർണിംഗ്. അപ്പോഴേക്കും ഞാൻ എണീറ്റ് റെഡി ആവും. ഈ പച്ചനമ്മ ഉള്ളതുകൊണ്ട് എൻ്റെ കുറച്ച് വർക്ക് ലോഡൊക്കെ കുറവുണ്ട്. ഫുഡൊക്കെ അമ്മ നല്ല സെറ്റ് ചെയ്ത് വെക്കും. സോ കഴിക്കാൻ പോകാനും ക്ലീനിങ്ങിനൊക്കെ നിന്നാൽ മതി. അമ്മ എല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡാണ്. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരള ഫുഡൊന്നും കിട്ടാത്തതിൻ്റെ വിഷമം ഞങ്ങൾ നല്ലോണം കഴിച്ചു തീർക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ എഫക്റ്റ് 2 മാസം കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് പോയി റെഡി ആവാം. Good morning. If you don't say good morning, I'll not give milk. വേണ്ട. ഞാൻ കുളിക്കായിരുന്നു. മോർണിംഗ്. ഇതാണ് കുറച്ചുകൂടെ ചേർച്ച. അച്ഛൻ വാർത്ത കാണുന്ന ഫീലാണ്.
ഡാൻസ് പാർട്ടിയാണ് അവിടെ. ഹലോ, അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തു. വൈറ്റ് ടീഷർട്ട് ഒരു ബ്ലാക്ക് പാൻസ് കൊണ്ടിരുന്നത്, പിന്നെ ഒരു ബ്ലേസർ ഇടും. അത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇട്ടാൽ മതി. എൻ്റെ മുടി കുറച്ച് കുളമായിട്ടിരിക്കുകയാണ്. സോ മുടി നമുക്ക് സെറ്റ് ചെയ്യാം. വലിയ കുഴപ്പമില്ലെങ്കിലും ഭയങ്കര പറന്നിരിക്കുന്നു. സോ നോക്കട്ടെ, ഒന്നല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കേൾ ചെയ്യാം. നമുക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്ത് പറയണം, കൂടുതലും ബ്ലോ ഡ്രൈ ലുക്കാണ് ചെയ്യാറ് ഡൈസൺ വെച്ചിട്ട്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് കേളിങ് ആയാൽ പുറത്ത് വിടാം. ലോല ഏട്ടൻ പിള്ളേരെ ആക്കാൻ വേണ്ടി ഇറങ്ങി. സോ ലോല ഭയങ്കര പോര, വഴി കൂടി ഒരാളെ നടക്കാൻ സമ്മതിക്കില്ല. സെറ്റിംഗ് മതി. ഹെയർ പ്രൊട്ടക്ടർ ഇതടിച്ചു കൊടുക്കാം. എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴും മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ മുടി കരിഞ്ഞു പോകത്തില്ലേ, ക്ലിറ്റൻസ് വരില്ലേ, കേടാവില്ലേ എന്നൊക്കെ. ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറില്ല, ഒരു വൺസ് എ വീക്ക് ഒക്കെ ചെയ്യുള്ളൂ. എൻ്റെ മുടിയിൽ ഒരു ഇത് ലാസ്റ്റ് ചെയ്യും. എനിക്കൊരു 4-5 ദിവസം നല്ല ഭംഗിയിലിരിക്കും. പിന്നെ ലൈക്ക് ഓയിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് ഇടത് പോകും. എളുപ്പത്തിൽ ചെയ്യുന്ന കളിങ്ങാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യാം. മുടി സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി. ഇപ്പം ഡെയിലി ചെയ്യുന്ന റുട്ടീൻ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് റെഡി ആവാനൊക്കെ. അപ്പോൾ ഞാൻ ഈ സൈഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് റോൾ ചെയ്യും, ലൈക്ക് നോട്ട് ടുവേർഡ്സ് ദ ഫേസ്, ലൈക്ക് ടുവേർഡ്സ് ദ ഔട്ട് സൈഡ്. ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ സൈഡിലോട്ട് റോൾ ചെയ്യും. അങ്ങനെയാണ് പൊതുവേ ഞാൻ ഹെയർ കേൾ ചെയ്യുന്നത്. ഇയാളെ നമുക്ക് മാറ്റി വെക്കാം. ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമല്ലാക്കി കൊടുത്തിട്ട് ട്വിസ്റ്റ് കൊടുക്കാം. ഇനി അതിൽ അൺട്വിസ്റ്റ് എന്നിട്ട് ഒന്നുകൂടെ അകത്തോട്ട് പിടിക്കും. കണ്ട സെയിം വിത്ത് അതർ സെക്ഷൻസ്. ഇത്തിരി കൂടി ചെറിയ സെക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ, കുറച്ചുകൂടെ ഭംഗിയിൽ കിടക്കും. ഇപ്പം സമയമില്ല. കണ്ടോ ബാക്കിൽ? ഇതിപ്പോൾ ഞാൻ തൊടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് I'll keep it like that and I'll do my makeup, but I'll come back to it to comb it through. അപ്പോഴേക്കും അത് കൂൾ ഡൗൺ ആവും കേൾസ്. അപ്പോൾ കുറച്ചുകൂടെ അധികം ലാസ്റ്റ് ചെയ്യാൻ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് ഇതാണ് മെയിൻ. ഇത് കുളമായ എല്ലാം പോയി, കാരണം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വന്ന് കിടക്കുന്ന കുളത്തുന്നത്. ഞാൻ ഒരുപാട് ടൈറ്റായിട്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന്
മസാജ് കൊടുക്കും. ഓക്കെ, കൊളായ ഒരു മിനിറ്റ് നോക്കട്ടെ. കുറച്ച് കുളമായി മതിനി, കുഴപ്പമില്ല. നെക്സ്റ്റ് ഇതിനിവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ മേക്കപ്പ് പരിപാടിയിലോട്ട് കിടക്കാം. ലിഫിൻ്റെ പ്രൈമറാണ്. പ്രൈമർ ഇട്ടാൽ ത്രൂ ഔട്ട് ദ ഡേ ലാസ്റ്റ് ചെയ്യും. ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും. അപ്പോൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ കുരുവിൻ്റെ പാടിപ്പുറം പോയിട്ടില്ല. ഈ കൺസലേറ്റർ എടുത്ത് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യും. സെഫോറയുടെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സിൻ്റെ ടിൻറ്റഡ് ബ്രോ മസ്കാര, ഒരു ന്യൂട്രൽ കളർ, ഒരു ബ്രൗൺ, എൻ്റെ സ്കിൻ ടോണോട് ചേർന്ന ഒരു കളറ് ഐ ഷാഡോ ഇടുന്നുണ്ട്. ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ആയി മാറുന്നുണ്ടോ എന്നൊരു സംശയം. ഈ കാറ്റ് വോണ്ടിൻ്റെ ടാറ്റു ഐലൈനറാണ്. ഇതാകുമ്പോൾ എനിക്ക് ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യും. ഇതാണ് ബെനഫിറ്റിൻ്റെ മസ്കാര, വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. എനിക്ക് ലാഷസ് ഉണ്ട്, പക്ഷെ ഭയങ്കര സ്ട്രെയിറ്റ് ലാഷസ് ആണ്. സോ കാണാനൊന്നും പറ്റില്ല. വാട്ടർ പ്രൂഫ് മസ്കാര ഇട്ടാൽ കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്യും. നമുക്ക് ബ്ലഷ്, ഫേവറേറ്റ് ബ്ലഷ് നാർസ്. NYX lip liner, more support. MACൻ്റെ Pretty Please എന്ന് പറഞ്ഞ ഷെയ്ഡാണത്. ഞാനായിട്ട് ഗോൾഡ് ഹൂപ്സ് ആണ് ഇടുന്നത്. നെക്സ്റ്റ് നമുക്ക് മുടിയിലോട്ട് തിരിച്ചു വരാം. കണ്ട കേളുമ്പോൾ ഞാൻ ചെയ്തത് വൈറ്റ് കോമ്പോ. അപ്പം അങ്ങനെയാണ് മുടി സെറ്റായത്. ആക്ച്വലി ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. നമുക്ക് വേഗം താഴെ പോകും. കടലൊക്കെ അറിയാം.
ഞാനിവിടെ കോട്ടൊക്കെ ആര് പറയണത്? രാത്രി വെയിറ്റിംഗ് അത് ശരി. കുഞ്ഞി ഇന്നലെ രാത്രിയെ പറഞ്ഞില്ല കടലയാണ്. ഞാനാണ് ഓർഡർ കൊടുത്തത്, നീ അറിഞ്ഞില്ലേ? ഞാനാണ് ലോലയ്ക്ക ചിക്കനൊന്നും വേണ്ട. ലോലയ്ക്ക് മുട്ടായിരുന്നാലും മതി. കടല വിട്ടാ തിന്നോ അറിയൂ. അപ്പോൾ നല്ല പുട്ടും പപ്പടവും കടലയൊക്കെ കുഴച്ചടിച്ചിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ പോകാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. പോണതിന് മുമ്പ് ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വൈറ്റ് ടീഷർട്ട്, ബ്ലാക്ക് പാൻറ്റ്സ്, മേരി ജെയിൻ ഷൂസ്, ഡാഗ്നി ഡോവറിൻ്റെ ടോട്ട് ബാഗ്, പിന്നെ സാറയിലത്തെ ബ്ലേസറാണത്. ലിനൻ മിക്സ് ബ്ലേസറാണ്. സോ ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ ടു വെയർ. സോ ലെറ്റ്സ് ഗോ. In 500 feet, turn. ഞാൻ വിചാരിച്ചു ലേറ്റ് ആയി പോകുന്നു, പക്ഷെ കുഴപ്പമില്ല. ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 9:20 ഒക്കെ ഒരു 45 മിനിറ്റ്സ് കമ്മ്യൂട്ടുണ്ട്. ഈ കാലത്ത് തന്നെ ആരെങ്കിലും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. ഈ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ വല്ല സ്മൂത്തി, ഓംലെറ്റ്, എഗ് ബ്രെഡ് അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഞാൻ പുട്ട്, ദോശ, അല്ലെങ്കിൽ ഈവനിങ് കാപ്പിക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം അമ്മ വന്നതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് പുട്ട്, ദോശ, മാറി മാറി ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അപ്പം അമ്മ പോയി കഴിയുമ്പോൾ മിക്കവാറും ഞങ്ങൾ കരയും. കൊള്ളാം. കാലത്തിന് ചില ദിവസം ഭക്ഷണം കഴിക്കാണ്ടും പോകും, കാരണം സമയമില്ല, ഇനി ഉണ്ടാക്കാനും വയ്യ, മടിയാവും. പോയിട്ട് വരാം. ഇന്ന് നല്ലൊരു വെതറാണ് കേട്ടോ, കാരണം ഒരുപാട് ചൂടില്ല, ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് ടു കോൾഡ്. നല്ല സ്പ്രിങ് വെതർ ഡേ ആണ്. പറ്റിയ ഈവനിങ് തിരിച്ചു വന്നിട്ട് പിള്ളേരായിട്ട് പാർക്ക് വരും. അപ്പം ഞാനിവിടെ എത്തി. ദ ഇവൻറ്റ് ഇസ് ഹാപ്പനിങ് അറ്റ് വെസ്റ്റേൺ നിയർ ദ എയർപോർട്ട്. ഞാൻ കയറിയ എൻട്രൻസ് കറക്റ്റ് ആയിരുന്നില്ല, സോ ഞാൻ അത് കണ്ടുപിടിക്കുന്നതിൻ്റെ തിരക്കിൽ ഐ കുഡന്റ് ഗെറ്റ് എനി ഷോട്ട്സ് നിയർ ദാറ്റ്. എനിക്ക് ഓൾറെഡി ഒരു സീറ്റ് കിട്ടി. അവർ ബാഡ്ജൊക്കെ തന്നു കയറാനും ഇൻ ആൻഡ് ഔട്ട് പ്രിവിലേജസിനൊക്കെ വേണ്ടിയിട്ട്. ദർസ് എ ഫ്യൂ പാനൽ ഡിസ്കഷൻസ് ഹാപ്പനിങ് റൈറ്റ് നൗ. പിന്നെ അതിൻ്റെ ഇടയിലൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടി. And I was having lunch with my team. ഇതുപോലെയാണ് അവരവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത്, റൗണ്ട് ടേബിൾസ്, പിന്നെ അവിടെ ഒരു വലിയ പോഡിയം ഉണ്ട്. സോ ദ നെക്സ്റ്റ് സ്പീക്കർ ഈസ് ആക്ച്വലി ഏട്ടൻസ് ഫ്രണ്ട്. സോ ഐ വാസ് ഗെറ്റിംഗ് സം ഷോർട്സ് ഫോർ ഹർ. എനിക്കങ്ങനെ വിചാരിച്ച പോലെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരമായി, ഞാൻ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബിസിനസ് കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി മീൻസ് ജസ്റ്റ് വീട്ടിൽ ഇപ്പോൾ പാർക്ക് ചെയ്തേ ഉള്ളൂ. എവറിത്തിങ് വാസ് ഗുഡ്. ലൈക്ക് കുറച്ച് ബോറടിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനൊക്കെ വാസ് ലിറ്റിൽ ബോറിങ്, കാരണം ഞങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും ആയിരുന്നില്ല. എല്ലാവരും സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ദേ ആർ ഇൻറ്റഗ്രേറ്റിംഗ് AI into the system, into the organization, and how it will improve workforce and അങ്ങനെ. അപ്പം ഇനി AI പഠിച്ചില്ലെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പാടാണെന്ന് മനസ്സിലായി. സോ അതിനെ പറ്റി എന്തെങ്കിലും നോക്കണം. എല്ലാവരും AI പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഫ്രം ദ ബിസിനസ് കോൺഫറൻസ്. അപ്പോൾ ഇവിടെ 4 മണി ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ എത്തി. ഒരു 3:30 കഴിഞ്ഞിട്ടുള്ള സെഷനൊക്കെ വാസന്റ് റെലവൻറ്റ് ഫോർ us. അപ്പോൾ മാനേജർ പറഞ്ഞു നമുക്ക് ഇറങ്ങാം, വേറെ ഇനി കൂടുതലായിട്ട് ഇനി നമുക്ക് അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സും കമ്പനിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ എത്തി. ഇനി എന്നാൽ പിന്നെ വൈകുന്നേരം അച്ഛനും അമ്മനെയും കൊണ്ട് എവിടെയെങ്കിലും പോവാം. വന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ അധികം കറങ്ങാനൊന്നും പോയിട്ടില്ല. 1-2 സ്ഥലത്ത് പോയി എന്നല്ലാണ്ട് കൂടുതൽ കറക്കമൊന്നും ചെയ്തില്ല.
സോ അവരെ കൊണ്ട് എന്തെങ്കിലും പോകാൻ പ്ലാൻ ഇടണം. പിന്നെ എന്തായിരുന്നു, ഓവറോൾ ഇറ്റ് വാസ് ഫൺ. ബോറടിച്ച സമയത്തൊക്കെ ഞാനും എൻ്റെ കൂടെയുള്ള മറ്റുള്ള ഡിസൈനേഴ്സും കൂടി ബിങ്കോവും പിന്നെ ഈ എക്സോ കളിക്കില്ലേ, അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഫോൺ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് ഫണ്ണായിരുന്നു. പിന്നെ പഴയൊരു ഫ്രണ്ടിനെ കണ്ട് കുറച്ച് നേരം ചാറ്റ് ചെയ്തു. ദാറ്റ് വാസ് ഓൾസോ റിയലി നൈസ്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് വാസ് ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്. എൻ്റെ പ്രൊഫഷണൽ ഹെഡ് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് 1-2 ആഴ്ചക്കുള്ളിൽ അവരെനിക്ക് ഇമെയിലായിട്ട് അയച്ചു തരും. കൊള്ളാമോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കാം. 1-2 എൻ്റെ മനസ്സിലുള്ളത്, എനിക്ക് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നത് ജോബ് എങ്ങനെ കിട്ടുന്നത്, ഹൗ ഡു ഐ മൂവ് ടു UX ഡിസൈൻ ഫ്രം ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ അത് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ please let me know and I'll make a video for that. And I'm looking forward for the weekend. വീക്കെൻഡിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. എനിക്ക് വ്ളോഗിങ് അത്ര നാച്ചുറലായിട്ട് വരില്ല. പ്രത്യേകിച്ച് പബ്ലിക്കിൽ വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് വീഡിയോ അവിടെ നിന്ന് സ്നിപ്പെറ്റ്സ് എടുത്തിട്ടുണ്ട്. സോ ഐ എം സ്റ്റിൽ ഗെറ്റിംഗ് യൂസ് ടു ദ ഹോൾ വ്ളോഗിങ് ഇൻ പബ്ലിക് തിങ്. അപ്പോൾ yeah, thank you for watching and see you in the next video. Bye.